നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇന്റർ മയാമി റൗണ്ട് ഓഫ് 16ലേക്ക് കടന്നല്ലോ. അതിനെക്കുറിച്ചുള്ള ലിയോ മെസ്സിയുടെ പ്രതികരണം വന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, ഇത് ചരിത്രപരമായ കാൽവെപ്പാണ്. ഇന്റർ മയാമിക്കും MLS-നും ഇത് ചരിത്രപരമായ കാൽവെപ്പാണെന്നാണ് അദ്ദേഹം പറയുന്നത്. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആ കളിയെക്കുറിച്ചുള്ള പോസ്റ്റ് ഇട്ടുകൊണ്ട് അദ്ദേഹം പറയുന്നു, നമുക്കിന്നലെ വിജയിക്കാമായിരുന്നു, പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ റൗണ്ട് ഓഫ് 16ലേക്കുള്ള ക്വാളിഫിക്കേഷൻ നേടിയെടുത്തല്ലോ. അത് തന്നെ ഈ ക്ലബിന് വളരെ വലിയ നേട്ടമാണ്. മറ്റൊരു ചരിത്രപരമായ കാൽവെപ്പാണ് നമ്മൾ നടത്തിയിരിക്കുന്നത്. അത് ഇന്റർ മയാമിക്കും MLS-നും ഇത് ചരിത്രപരമായ കാൽവെപ്പാണ് എന്നാണ് ലിയോ മെസ്സി പറയുന്നത്. ശരിയാണ്. കാരണം പലരും ആദ്യ റൗണ്ടിൽ തന്നെ പുറത്താവുമെന്ന് പ്രവചിച്ച ക്ലബിനെയും കൊണ്ടാണ് ലിയോ മെസ്സി ഇപ്പോൾ റൗണ്ട് ഓഫ് 16ലേക്ക് കടന്നിരിക്കുന്നത്. പുറത്തായ ചില ക്ലബ്ബുകളും ഇന്റർ മയാമിയും തമ്മിലുള്ള അന്തരമെന്ന് നോക്കുക. ഇന്റർ മയാമിയുടെ മാർക്കറ്റ് വാല്യൂ, ട്രാൻസ്ഫർ മാർക്കറ്റ് കണക്കാക്കുന്ന 66.18 മില്യൺ യൂറോയാണ്. അതേസമയം പുറത്തായ FC പോർട്ടോയുടെ ട്രാൻസ്ഫർ വാല്യൂ 345.9 മില്യൺ യൂറോ ആയിരുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡ് പുറത്തായല്ലോ, അവരുടെ മാർക്കറ്റ് വാല്യൂ 508.5 മില്യൺ യൂറോയാണ്. സോ അവരുമായിട്ടൊക്കെ എത്രയോ താഴെ നിൽക്കുന്നു താരതമ്യം ചെയ്യുമ്പോൾ, ടീമിന്റെ സ്ട്രെങ്ത്തിലും ഈ ഒരു മാർക്കറ്റ് വാല്യൂവിലും ഒക്കെ. എന്നിട്ടും ഇന്റർ മയാമി ഈ ക്ലബ്ബ് വേൾഡ് കപ്പിന്റെ റൗണ്ട് ഓഫ് 16ലേക്ക് കടന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ലിയോ മെസ്സി പറയുന്നത് ഇത് ചരിത്രപരമായിട്ടുള്ള കാൽവെപ്പാണ് എന്ന്. ഇനി ഇന്റർ മയാമിയുടെ അടുത്ത മത്സരം, അത് പ്രീ ക്വാർട്ടർ മത്സരം വമ്പന്മാരായിട്ടുള്ള PSG-ക്കെതിരെയാണ്. അവിടെ ഒരു അട്ടിമറി നടത്താൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. 29-ാം തീയതി രാത്രി ഇന്ത്യൻ സമയം 9:30 ആ കളിയുള്ളത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.